So in the last video we have derived the expression for deflection at the free end of a quarter circle cantilever beam when a point load is acting at the free end. And today we are going to derive the expression for deflection for the same cantilever beam when the point load is acting at the center of the curved beam. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത ഡെറിവേഷൻ്റെ ഒരു എക്സ്റ്റൻഷനാണിത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത വീഡിയോയിൽ പോയിന്റ് ലോഡ് ആക്ട് ചെയ്തിരുന്നത് കാന്റിലീവർ ബീം എ ബിയുടെ ഫ്രീ എൻഡിലായിരുന്നു. ഇവിടെ മിഡ് സ്പാനിലാണ് പി എന്ന് പറയുന്ന പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നത്. സെയിം കാന്റിലീവർ ബീം, ക്വാർട്ടർ ഓഫ് എ സർക്കിൾ, ഫിക്സ്ഡ് അറ്റ് എ ആൻഡ് ഫ്രീ അറ്റ് ബി. So find the deflection at free end of a quarter of a circle cantilever beam if it is loaded by a point load P at the midspan, P acting vertically downward. Radius of the circle is R. ഇതാണ് നമ്മുടെ cantilever beam, quarter of a circle which is fixed at A and free at B. Now the point load is acting at the midspan of AB. എ ബിയുടെ മിഡ് സ്പാനിലാണ് പോയിന്റ് ലോഡ് പി ആക്ട് ചെയ്യുന്നത്. ഫ്രീ എൻഡിൽ വേറെ ലോഡൊന്നുമില്ല. ഇവിടെ ഫിഗറിൽ നിങ്ങൾ നമ്മുടെ കർവ്ഡ് ബീം, അതിലൊരു മിഡ് സ്പാനിലൊരു പി എന്ന് പറയുന്ന പോയിന്റ് ലോഡ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്നത് ബീമിൻ്റെ പ്ലാൻ ആണ്, അതുകൊണ്ട് തന്നെ പോയിന്റ് ലോഡ് നമുക്ക് കാണിക്കാൻ പറ്റില്ല. ബട്ട് ദ പോയിന്റ് ലോഡ് ഇസ് ആക്ടിങ് ഇൻ ദ സെഡ് ഡയറക്ഷൻ അറ്റ് ദ മിഡ് സ്പാൻ ഓഫ് ദ ബീം എ ബി. അതാണ് ഈ പി മാർക്ക് ചെയ്തിരിക്കുന്നത്. Again the radius of the circle is R and midspan-ലാണ് നമ്മുടെ പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ സി എന്ന് പറയുന്ന നമ്മുടെ സെക്ഷൻ എ ബിയുടെ മിഡ് സ്പാൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആ ആംഗിൾ ആൽഫ എന്താണ്? π/4 ആണ്. നമ്മുടെ ടോട്ടൽ ഉള്ളത് നമുക്ക് 0 to π/2 ആണെങ്കിൽ π/4 ആണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് വേർ ദ പോയിന്റ് ലോഡ് ഇസ് ആക്ടിങ്. ഫ്രീ എൻഡിൽ ലോഡൊന്നുമില്ല. ഇവിടെ പി നോട്ട് മാർക്ക് ചെയ്യുന്നത് ഡെറിവേഷന് വേണ്ടി വേറൊരു ലോഡ് നമ്മൾ ഡമ്മി ലോഡ് കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് പി നോട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് ബിയിൽ. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മുടെ കർവ്ഡ് ബീമിൽ ആക്ട് ചെയ്യുന്ന ഒരേ ഒരു പോയിന്റ് ലോഡ് പി, അത് നമ്മുടെ എ ബിയുടെ മിഡ് സ്പാനിലാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ മിഡ് സ്പാൻ പോയിന്റും ഒറിജിനുമായിട്ട് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈൻ, അത് ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ π/4 ആണ്. Consider the beam shown in figure. Load P is acting at an angle π/4. അല്ലേ, മിഡ് സ്പാനിലാണ് ലോഡ് പി ആക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ആൽഫ വിൽ ബി ഈക്വൽ ടു π/4. നോ ലോഡ് ഇസ് ആക്ടിങ് അറ്റ് ദ എൻഡ് ബി, അതായത് ഫ്രീ എൻഡിൽ ലോഡൊന്നും ആക്ട് ചെയ്യുന്നില്ല. ദെർഫോർ അപ്ലൈ എ ഡമ്മി ലോഡ് പി നോട്ട് അറ്റ് ബി. അതാണ് ഈ കാണിച്ചിരിക്കുന്ന പി നോട്ട്. നമ്മൾ ഡെറിവേഷന് വേണ്ടി കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ഡമ്മി ലോഡ് അവിടെ കൊടുക്കുകയാണ്, പി നോട്ട് എന്ന് പറയുന്ന ഡമ്മി ലോഡ്. ആക്ച്വലി പി നോട്ട് ഇസ് ഈക്വൽ ടു 0. അടുത്തതായിട്ട് നമുക്ക് എങ്ങനെയാണ് ബെൻഡിങ് മൊമെൻറ്റും ടോർഷണൽ മൊമെൻറ്റും, അതായത് ഈ ബി മുതൽ നമ്മുടെ സെൻറ്റർ ഓഫ് ദ സ്പാൻ വരെ, മിഡ് സ്പാൻ വരെയുള്ള പോയിന്റിൽ എങ്ങനെയാണ് ബെൻഡിങ് മൊമെൻറ്റും ടോർഷണൽ മൊമെൻറ്റും കാൽക്കുലേറ്റ് ചെയ്യുക, അതുപോലെ ഈ പോയിന്റ് മുതൽ ഫിക്സ്ഡ് എൻഡ് എ വരെ ഉള്ള പോർഷനിൽ എങ്ങനെയാണ് ബെൻഡിങ് മൊമെൻറ്റും ടോർഷണൽ മൊമെൻറ്റും കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. സോ ബിറ്റ്വീൻ 0 ആൻഡ് π/4, അതായത് നമ്മുടെ ഈ ബി മുതൽ ഈ മിഡ് സ്പാൻ വരെയുള്ള പോയിന്റിൽ, അതായത് ആൽഫ ഫ്രം 0 to π/4, അവിടെ ബെൻഡിങ് മൊമെൻറ്റ് എം ഇസ് ഈക്വൽ ടു മൈനസ് പി നോട്ട് ഇൻറ്റു ആർ സൈൻ ആൽഫ ആൻഡ് ടി, ടോർഷണൽ മൊമെൻറ്റ് ടി ഇസ് ഈക്വൽ ടു പി നോട്ട് ഇൻറ്റു ആർ ഇൻറ്റു 1 മൈനസ് കോസ് ആൽഫ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിറൈവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ 0 to π/4, അതായത് ഈ ബി മുതൽ ഈ മിഡ് സ്പാൻ വരെയുള്ള പോർഷനിൽ ആൽഫ ഫ്രം 0 to π/4, അങ്ങനെയാണെങ്കിൽ ബെൻഡിങ് മൊമെൻറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് പി നോട്ട് ഇൻറ്റു ആർ സൈൻ ആൽഫ ആൻഡ് ടോർഷണൽ മൊമെൻറ്റ് ഇസ് ഈക്വൽ ടു പി നോട്ട് ഇൻറ്റു ആർ ഇൻറ്റു 1 മൈനസ് കോസ് ആൽഫ. യു ക്യാൻ റെഫർ ദ ലാസ്റ്റ് വീഡിയോ. അടുത്തത് ബിറ്റ്വീൻ π/4 ആൻഡ് π/2, ദാറ്റ് ഇസ് ഫ്രം ദ മിഡ് സ്പാൻ ടു ദ ഫിക്സ്ഡ് എൻഡ് എ. അതായത് ഈ പോർഷൻ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള പോർഷനിൽ ആൽഫ ഫ്രം π/4 ടു
π/2. ആൽഫേൻ്റെ വാല്യൂ π/4 മുതൽ π/2 വരെ വേരി ആവുന്ന പോർഷനിൽ നമ്മുടെ ബെൻഡിങ് മൊമെന്റ് എങ്ങനെയാണ്, ടോർഷണൽ മൊമെന്റ് എങ്ങനെയാണ്? ബെൻഡിങ് മൊമെന്റ് m is equal to minus p0 into r into sin alpha minus pr into sin alpha minus π/4. ഇവിടെയാണ് നമ്മുടെ ആക്ച്വൽ ലോഡ് പി കൊണ്ടുള്ള ബെൻഡിങ് മൊമെന്റ് ഈ ഒരു പോർഷനിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് p0 ഇല്ല. p0ന്റെ വാല്യൂ 0 ആണ്. അതായത് ബിറ്റ്വീൻ 0 ആൻഡ് π/4. ആൽഫ ഇസ് ഈക്വൽ ടു 0 ടു π/4. അവിടെ ബെൻഡിങ് മൊമെന്റും ടോർഷണൽ മൊമെന്റും ഒന്നും ഇല്ല. ബിറ്റ്വീൻ π/4 ടു π/2 വരെയുള്ള പോർഷനിലാണ് നമുക്ക് ബെൻഡിങ് മൊമെന്റും ടോർഷണൽ മൊമെന്റും ഒക്കെ ഉള്ളത്. ബിക്കോസ് നമ്മുടെ മിഡ് സ്പാനിലാണ് നമ്മുടെ ലോഡ് പി ആക്ട് ചെയ്യുന്നത്. അപ്പം അവിടെയുള്ള ബെൻഡിങ് മൊമെന്റിന്റെയും ടോർഷണൽ മൊമെന്റിന്റെയും ഇക്വേഷൻ നോക്കാം. m is equal to minus p0 into r into sin alpha which is due to the dummy load p0 minus pr into sin alpha minus π/4 which is due to the actual load capital P. ഇനി അതുപോലെ ടോർഷണൽ മൊമെന്റ് t is equal to p0 into r into 1 minus cos alpha which is due to the dummy load p0 plus pr into 1 minus cos alpha minus π/4 which is due to the actual load P acting at the mid span of the beam. അപ്പോൾ ഇത്രയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഫ്രം ആൽഫ 0 ടു π/4 എങ്ങനെയാണ് ബെൻഡിങ് മൊമെന്റും ടോർഷണൽ മൊമെന്റും വേരിയേഷൻ, അതുപോലെ ആൽഫ is equal to π/4 to π/2 how to calculate the bending moment and the torsional moment. അടുത്തതായിട്ട് നമ്മൾ സ്ട്രെയിൻ എനർജി കാൽക്കുലേറ്റ് ചെയ്യും. അതിനകത്തുനിന്ന് സ്ട്രെയിൻ എനർജീൻ്റെ ഇക്വേഷനിൽ നമ്മൾ കാസ്റ്റിഗ്ലിയാനോസ് തിയറം അപ്ലൈ ചെയ്ത് ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ സ്ട്രെയിൻ എനർജി ഇസ് ഈക്വൽ ടു വി നോ ദാറ്റ് യു ഇസ് ഈക്വൽ ടു integral from integral m square by 2ei ds plus integral t square by 2gj into ds. ഇവിടെ ബെൻഡിങ് മൊമെന്റ് കൊണ്ടുള്ള സ്ട്രെയിൻ എനർജിയും ടോർഷണൽ മൊമെന്റ് കൊണ്ടുള്ള സ്ട്രെയിൻ എനർജിയും ആഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ടോട്ടൽ സ്ട്രെയിൻ എനർജി കിട്ടുന്നത്. ആൻഡ് ഹിയർ ഡെൽറ്റ ഇസ് ഈക്വൽ ടു du by dp0 ആണ്. എന്തുകൊണ്ടാണ്? നമുക്ക് ഫ്രീ എൻഡിലുള്ള ഡിഫ്ലക്ഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫ്രീ എൻഡിൽ ഉള്ള ലോഡ് എന്ന് പറയുന്നത് p0 ആണ്. അതുകൊണ്ട് ആ ഒരു വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ലോഡ് വി ഹാവ് ടു ടേക്ക് ദ ഡെറിവേറ്റീവ് ടു ഫൈൻഡ് ദ ഡിഫ്ലക്ഷൻ അറ്റ് ദാറ്റ് പോയിന്റ്. ഇവിടെ നമ്മുടെ ലോഡ് ആക്ട് ചെയ്യുന്നത്, ആക്ച്വൽ ലോഡ് പി ആക്ട് ചെയ്യുന്നത് മിഡ് സ്പാനിലാണെങ്കിലും ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമുക്ക് ഫ്രീ എൻഡിലാണ്. അതുകൊണ്ട് തന്നെ ഫ്രീ എൻഡിലുള്ള ലോഡ് കൊണ്ടാണ് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കേണ്ടത് സ്ട്രെയിൻ എനർജിയുടെ. സോ ഫ്രീ എൻഡിൽ നമ്മളിപ്പോൾ ഒരു ഡമ്മി ലോഡ് p0 കൊടുത്തിട്ടുണ്ട്. സോ du by dp0 ആണ് നമ്മുടെ ഡിഫ്ലക്ഷൻ അറ്റ് ദ ഫ്രീ എൻഡ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ m by ei, നമ്മുടെ m സ്ക്വയർ ബൈ 2ei അതിനെ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് 2m by 2ei വരും. സോ 2 ക്യാൻസൽ ആയിട്ട് m by ei ഇൻറ്റു dm by dp0 ഇൻറ്റു ds പ്ലസ് ഇൻറ്റഗ്രൽ ടി സ്ക്വയർ ബൈ 2gj അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് എടുക്കേണ്ടത് വിത്ത് റെസ്പെക്ട് ടു p0. സോ 2t by 2gj വരും. 2 ക്യാൻസൽ ആവും. സോ t by gj ഇൻറ്റു dt by dp0 ds. ഇനി നമ്മൾ m dm by dp0 t dt by dp0 ഇത്രയും കാര്യങ്ങൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതും ആദ്യം 0 ടു π/4 വരെയുള്ള പോർഷനിലുള്ളത് ചെയ്യണം. പിന്നെ അതിനുശേഷം π/4 ടു π/2 വരെയുള്ള പോർഷൻ ചെയ്യണം. അപ്പോൾ ഇവിടെ 0 ടു π/4 വരെയുള്ള പോർഷനിൽ നമുക്ക് നോക്കാം. m is equal to minus p0 r into sin alpha and dm by dp0 is equal to minus r into sin alpha. പക്ഷേ p0 is equal to 0 ആയതുകൊണ്ട് തന്നെ ഇവിടെ m by ei എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മൈനസ് p0 ഇൻറ്റു ആർ സൈൻ ആൽഫയാണ്. അപ്പം p0 തന്നെ 0 ആയതുകൊണ്ട് ഈ ഫുൾ ടേം 0 ടു π/4 വരെയുള്ളതിൽ m by ei ഇൻറ്റു dm by dp0 എന്ന് പറയുന്ന ഫുൾ ടേം 0 ആണ്. ഒന്നുമില്ല, നമ്മുടെ ആൽഫ is equal to from 0 to π/4 what is the value of m? m is equal to minus p0 into r sin alpha, dm by dp0 is equal to minus r into sin alpha ആണ്. അപ്പം ഇവിടെ നമുക്ക് വേണ്ട ആദ്യത്തെ ടേം എന്ന് പറയുന്നത് ഈ ഒരു ടേം ആണ്. അതായത് ഞാനിപ്പോൾ ഈ ബോക്സിൽ വരച്ചിരിക്കുന്ന ടേം ഫ്രം 0 ടു π/4 അതാണ്
ഇപ്പോൾ ആദ്യം നമ്മൾ നോക്കിയത്. അപ്പോൾ അത് നോക്കുന്ന സമയത്ത് എം ൻ്റെ വാല്യൂ ഇതാണ്, ഡി എം ബൈ ഡി പി നോട്ട് മൈനസ് ആർ സൈൻ ആൽഫയാണ്. പക്ഷേ എമ്മിൻ്റെ വാല്യൂ തന്നെ 0 ആയതുകൊണ്ട് ഈ ഒരു ടേം ഫ്രം 0 to π/4 ഞാൻ ഈ ഇൻ്റഗ്രലിൻ്റെ ഈ ബോക്സിൽ ഇട്ടിരിക്കുന്ന ടേം, ഇത്രയും ടേം ഫ്രം 0 to π/4 ഇറ്റ് ഈസ് 0. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ഇതേ ടേം തന്നെ π/4 to π/2 വാട്ട് ഇസ് ദ വാല്യൂ. So between π/4 and π/2 we know that m is equal to minus p naught r into sin alpha minus pr into sin alpha minus π/4. ഇനി dm by dp naught, നമ്മളിപ്പം π/4 to π/2 വരെയുള്ള പോർഷന് വേണ്ടിയിട്ടാണ് ഈ ടേം കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പം m ഇതാണ്. അപ്പോൾ dm by dp naught എന്ന് പറയുമ്പം മൈനസ് ആർ സൈൻ ആൽഫ മാത്രമേ വരുള്ളൂ. കാരണം ഇതിലെവിടെയും പി നോട്ട് ഇല്ലാത്തത് കൊണ്ട് അതൊരു കോൺസ്റ്റൻ്റ് ആയിട്ടാണ് എടുക്കുന്നത്. സോ ദ ഡെറിവേറ്റീവ് വിൽ ബി 0. സോ ഇവിടെ പി നോട്ട് ഉണ്ട്. അപ്പോൾ പി നോട്ടിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് മൈനസ് ആർ സൈൻ ആൽഫയാണ്. സോ ഡി എം ബൈ ഡി പി നോട്ട് ഇസ് ഈക്വൽ ടു മൈനസ് ആർ സൈൻ ആൽഫ. ആസ് പി നോട്ട് ഇസ് ഈക്വൽ ടു 0, എം ഇസ് ഈക്വൽ ടു മൈനസ് പി ആർ ഇൻറ്റു സൈൻ ആൽഫ മൈനസ് π/4. ബിക്കോസ് ഇവിടെ പി നോട്ട് ഇസ് ഈക്വൽ ടു 0 ആയതുകൊണ്ട് എം ഇസ് ഈക്വൽ ടു മൈനസ് പി ആർ ഇൻറ്റു സൈൻ alpha minus π/4. So m dm by dp naught, m is equal to minus pr into sin alpha minus π/4 and dm by dp naught is equal to minus alpha into minus r into sin alpha. അപ്പോൾ നമ്മൾ m into dm by dp naught is equal to minus pr sin alpha minus π/4 into r sin alpha minus r sin alpha. മൈനസ് ഉണ്ട് ഇവിടെ. ഇനി ഈ ഒരു ടേമിൻ്റെ ഇൻ്റഗ്രൽ എടുക്കണം ഫ്രം π/4 to π/2. സിമിലർലി ടോർഷണൽ മൊമെൻറ്റിൻ്റെ കേസിലും ഫ്രം 0 to π/4. നമ്മളിപ്പോൾ ചെയ്തത് ബെൻഡിങ് മൊമെൻറ്റിൻ്റെ കേസാണ്. 0 to π/4ൽ എന്താണ് വരിക, π/4 to π/2 വരെയുള്ള പോർഷനിൽ എന്താണ് വരിക. അപ്പോൾ ഇനി ടോർഷണൽ മൊമെൻറ്റിൻ്റെ കേസ് എടുക്കാം. വളരെ സിമിലർ ആണ്. We know that t is equal to p naught r into 1 minus cos alpha. Alpha from 0 to π/4ൽ t ൻ്റെ വാല്യൂ ഇതാണ്. അപ്പോൾ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ dt by dp naught is equal to r into 1 minus cos alpha. As p naught is equal to 0, from 0 to π/4 ഈ ടേം t into dt by dp naught into ds is equal to 0 from 0 to π/4. നമ്മൾ 1/1 ആയിട്ടാണ് ഈ ടേംസ് സോൾവ് ചെയ്ത് വരുന്നത്. അപ്പം കൺഫ്യൂസ്ഡ് ആവരുത്. നമ്മൾ എം ഡി എം ബൈ ഡി പി നോട്ട് ഫ്രം 0 to π/4 ആൻഡ് ഫ്രം π/4 to π/2 അത് കണ്ടുപിടിച്ചു. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ടി ഇൻറ്റു ഡി ടി ബൈ ഡി പി നോട്ട് ഫ്രം 0 to π/4 ആൻഡ് ഫ്രം π/4 to π/2 അത്രയാണ് ഇപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ 0 to π/4ൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേം ടി ഇൻറ്റു ഡി ടി ബൈ ഡി പി നോട്ട് എന്ന് പറയുന്ന ടേം 0 ആണ്. ബിക്കോസ് പി നോട്ട് ഇസ് ഈക്വൽ ടു 0, ടി ഈസ് ഈക്വൽ ടു 0. ഇനി അടുത്തത് ബിറ്റ്വീൻ π/4 ആൻഡ് π/2 വി നോ ദാറ്റ് ടി ഈസ് ഈക്വൽ ടു പി നോട്ട് ഇൻറ്റു ആർ ഇൻറ്റു 1 മൈനസ് കോസ് ആൽഫ പ്ലസ് പി ആർ ഇൻറ്റു 1 മൈനസ് കോസ് ആൽഫ മൈനസ് π/4. ഇനി ഡി ടി ബൈ ഡി പി നോട്ട് എടുക്കുകയാണെങ്കിൽ, അതായത് ഈ ടേമിന് പി നോട്ട് കൊണ്ട് ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു ടേം 0 ആവും. കാരണം അതൊക്കെ കോൺസ്റ്റൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ആൻഡ് അതുപോലെ ഇവിടെ ഒരു പി നോട്ടിൻ്റെ ടേം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻറ്റ് ആർ ഇൻറ്റു 1 മൈനസ് കോസ് ആൽഫ, അതാണ് ഡി ടി ബൈ ഡി പി നോട്ട്. ആൻഡ് ആസ് പി നോട്ട് ഇസ് ഈക്വൽ ടു 0, ടി ഇസ് ഈക്വൽ ടു, ഇവിടെ പി നോട്ട് ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ടി ഈസ് ഈക്വൽ ടു പി ആർ ഇൻറ്റു 1 മൈനസ് കോസ് ആൽഫ മൈനസ് π/4. അപ്പം നമ്മുടെ അടുത്ത ടേം ടി ബൈ ജി ജെ ഇൻറ്റു ഡി ടി ബൈ ഡി പി നോട്ട് ഇൻറ്റു ഡി എസ് ഫ്രം π/4 ടു π/2 അതാണ് ഈ എഴുതിയിരിക്കുന്നത്. ഒന്നുമില്ല, ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡി ടി ബൈ ഡി പി നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി ബാക്ക് ടു അവർ ഇക്വേഷൻ. അപ്പം നമ്മൾ ഇതിൽ ഓരോന്നും കണ്ടുപിടിച്ചു കഴിഞ്ഞു. എം ഇൻറ്റു ഡി എം ബൈ ഡി പി നോട്ട് ഫ്രം
pi/4 to pi/2 നമ്മൾ കണ്ടുപിടിച്ചു. ആൻഡ് t into dt by dp naught from pi/2 to pi/4 to pi/2 അതും കണ്ടുപിടിച്ചു. അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുക, ഇക്വേറ്റ് ചെയ്യുക, ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുക, ആഡ് ചെയ്യുക. അപ്പം നമ്മൾ ഓർക്കേണ്ടത് 0 to pi/4 ഈ രണ്ട് ടേംസും 0 ആണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റെപ്സ് കാണില്ല. സെപ്പറേറ്റ് ആയിട്ടൊന്നും കാൽക്കുലേഷൻ ചെയ്തിട്ടില്ല, എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്തിട്ടാണുള്ളത്. ഇനി ഇവിടെ അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ത്രൂ ഔട്ട് ദ ഇക്വേഷൻ EI കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ആൻഡ് ഡിനോട്ട് EI ബൈ GJ is equal to ലാംഡ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ളത് ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ്. മൾട്ടിപ്ലൈയിങ് ദ ഇക്വേഷൻ ത്രൂ ഔട്ട് ബൈ EI ആൻഡ് ഡിനോട്ടിങ് ലാംഡ is equal to EI ബൈ GJ. ബാക്കി കാര്യങ്ങൾ നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. we can remember few equations. ഇൻ്റഗ്രൽ എടുക്കാൻ വേണ്ടി നമുക്ക് 2-3 കാര്യങ്ങൾ ഓർത്ത് വെക്കാം. ദാറ്റ് ഇസ് സൈൻ സ്ക്വയർ ആൽഫ is equal to 1 minus 2 cos alpha divided by 2 and cos square alpha is equal to 1 plus 2 cos alpha divided by 2. അതുപോലെ sin A sin B is equal to half into cos A minus B minus cos A plus B and cos A cos B is equal to half into cos A plus B plus cos A minus B. അപ്പം ഇത്രയും നമ്മൾ ചെയ്ത് കഴിയുന്ന സമയത്ത് EI delta divided by PR cube is equal to minus 0.27768 minus 0.0637 lambda എന്ന് കിട്ടും. So this is our equation for delta when the point load is acting at the midspan of the curved beam AB.